സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി പോകുന്നത് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 3 51ാമത്തെ എപ്പിസോഡാണ്. സോ ഗൈസ്, 50ാമത്തെ എപ്പിസോഡ് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വെച്ചാൽ അതൊരു ഫില്ലർ എപ്പിസോഡാണ്. സോ അതുകൊണ്ട് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി ആവശ്യമില്ല. സോ അതുകൊണ്ട് തന്നെ ഞാനത് സ്കിപ്പ് ചെയ്തു. അത് നമ്മുടെ ഇച്ചിഗോൻ്റെ സിസ്റ്റേഴ്സും കഴിയനും അതുപോലെ തന്നെ അല്ലാത്ത മറ്റേ വേൾഡിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അത് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള രീതിയിലുള്ള, അത് എക്സ്പ്ലെയിൻ ചെയ്തതിലും കാര്യമൊന്നുമില്ല. അത് മെയിൻ സ്റ്റോറിയുമായിട്ടൊരു കണക്ഷനും ഇല്ല. സോ നമുക്ക് വീഡിയോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ഒരു വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് തന്നേക്കുക. സോ അത് പോക്ക് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇപ്പം കണ്ടത്തിലുള്ളതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ക്യാപ്റ്റൻ ആരാണെന്ന്. സ്പോയിലർ ഒന്നും തരല്ലേ, നേരെ കാണിക്കുന്നത് റൂക്കിയനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി എക്സിക്യൂഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് പേര് റൂക്കിയനെ ഗാർഡ് ചെയ്ത് കൊണ്ടുപോകുന്നു. സോ ഇതറിഞ്ഞ സ്ക്വാഡ് 11ന്റെ ക്യാപ്റ്റനായിട്ടുള്ള ക്യാപ്റ്റൻ സെറാക്കി റൂക്കിയനെ രക്ഷിക്കാൻ വേണ്ടി വരികയാണ്. സെറാക്കി മാത്രമല്ല, മുഴുവനായിട്ടുള്ള സ്ക്വാഡ് 11 വരുന്നുണ്ട് അങ്ങോട്ട്. സോ നമ്മുടെ ക്യാപ്റ്റൻ സെറാക്കിയുടെ മണ്ടയ്ക്ക് ഇരുന്നിട്ട് നമ്മുടെ ഒറിഹിമിയും അതുപോലെ തന്നെ പിങ്കി 2 വരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ശരിക്കുള്ള വരി എന്താണെന്ന് നമ്മുടെ സെറാക്കിക്ക് മനസ്സിലാകുന്നില്ല. ഏത് വഴി കൂടാണ് പോണ്ടിയത് എന്ന് നമ്മുടെ സെറാക്കി ചോദിക്കുന്നു. സോ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നൊക്കെ പറയുകയാണ്. ഇപ്പോൾ റൂക്കിയ പറയുന്നതായിരിക്കും ശരി. ക്യാപ്റ്റൻ, നിങ്ങൾ റൂക്കിയ പറയുന്നത് കേൾക്ക്. ഈ ലൂട്ടനന്റിന് സ്കില്ല് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. സോ ഇത് കേട്ടാ നമ്മുടെ ഇക്കാക്കുവിൻ്റെ മണ്ടയ്ക്ക് തുപ്പുകയാണ് നമ്മുടെ പിങ്കി. സോ ഇത് ആ മൊട്ടത്തലയിൽ തുപ്പലിരിക്കുന്നത് കണ്ടുകൊണ്ട് എൻ്റെ ദേഷ്യം വന്ന് ഞാൻ അവളെ ഉറപ്പായിട്ട് കൊല്ലും എന്ന് നമ്മുടെ ഇക്കാക്കു പറയുന്നു. സോ ഇത് കണ്ടുകൊണ്ടിരുന്ന അപ്പുറത്ത് നിന്ന് ആ സോൾപ്പർ കൂൾ ബോയ്, കൂൾ, ജസ്റ്റ് കൂൾ. പിന്നീട് കാണിക്കുന്നത് പ്രസന്റ് ആത്തി കിടക്കുന്ന നമ്മുടെ ഇഷതേനെ, സാധുവിനെ അതുപോലെ തന്നെ ഗാച്ചുനെയുമാണ്. അവർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ ഈ ജയിലിൽ ചാടുമെന്നുള്ള കാര്യം. സോ ഇതേ സമയത്തായിരുന്നു അങ്ങോട്ട് നമ്മുടെ സെറാക്കിയും അതുപോലെ തന്നെ ബാക്കിയുള്ളവരും വരുന്നത്. സോ നമ്മുടെ സെറാക്കിനെ കണ്ടുകൊണ്ട് തന്നെ ഗാച്ചു സെറാക്കി വന്നേ നമ്മുടെ ചത്തേ എന്ന് പറഞ്ഞ് കിടന്ന് അലച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇതേ സമയം തന്നെ നമ്മുടെ സെറാക്കി ഗാച്ചുവിനെ നോക്കിയൊന്ന് ചിരിച്ചിട്ടും അതുപോലെ തന്നെ ഒറിഹിമി ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയുമാണ്. ക്യാപ്റ്റൻ സെറാക്കിയും അതുപോലെ തന്നെ ക്യാപ്റ്റന്റെ സ്ക്വാഡും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി റെഡിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ റൂക്കിയുടെ എക്സിക്യൂഷൻ നിർത്താൻ വേണ്ടി സാധിക്കും. സോ അങ്ങനെ അവരെല്ലാവരും സോൾഡപ്പറിന്റെ ഡ്രസ്സ് വിട്ടിട്ട് എക്സിക്യൂഷൻ നടക്കുന്ന സ്ഥലത്തിലേക്ക് പോകാൻ വേണ്ടി റെഡി ആകുകയാണ്. പിന്നീട് കാണിക്കുന്നത് ക്യാപ്റ്റൻ ബാക്കിയ കുച്ചിക്കാണെങ്കിൽ തൻ്റെ വൈഫിന്റെ ഫോട്ടോ കണ്ടിട്ട് ഒരുപാടധികം വിഷമിച്ചിരിക്കുന്നതാണ്. സോ വൈഫിന്റെ ഫോട്ടോ കാണിക്കുന്ന സമയത്ത് അത് നമ്മുടെ റൂക്കിയുമായിട്ട് നല്ല രീതിയിൽ തന്നെ മാച്ചിങ് ആകുന്നുണ്ട്. സോ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ബാക്കിയ കുച്ചിക്കിനെയാണ് കാണിക്കുന്നത്. സോ പിന്നീട് കാണിക്കുന്നത് തലയിലൊരു കൊട്ടയൊക്കെ കമത്തിയ ക്യാപ്റ്റൻ കൊമമുറേനെയാണ്. സോ ഇങ്ങനെ പറയുന്നത് വെച്ചാൽ റൂക്കിയ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അത്രയും വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് അവളെ എക്സിക്യൂട്ട് ചെയ്യുന്നത്? അതുമാത്രമല്ല, ഇത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ റഷ് ചെയ്യുന്നത്? സോ അതുകൊണ്ട് തന്നെ ഇത് എത്ര വേഗം നിർത്തിയേ പറ്റൂ. സോ ഇതേ സമയം തന്നെ ലൂട്ടനന്റ് തട്സു അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ക്യാപ്റ്റനോട് പറയുകയാണ്, ക്യാപ്റ്റൻ, നിങ്ങളൊരു കാര്യം മറന്നുപോയോ? റൂക്കിയുടെ എക്സിക്യൂഷന് വേണ്ടിയുള്ള സമയമായി. നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്ന് പോയേ പറ്റൂ. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നേരത്തെ ചെയ്യണമായിരുന്നു. ഈ സമയം തന്നെ ക്യാപ്റ്റൻ തോച്ചിന് അങ്ങോട്ട് വരികയാണ്. ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള കൊമമുറയുടെ കൂടെ എക്സിക്യൂഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയാണ് അവൻ വന്നത്. പിന്നീട് കാണിക്കുന്നത് ഒരു തടിയനായിട്ടുള്ള ഒരു സ്ക്വാഡിന്റെ ലൂട്ടനന്റിനെയാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഭക്ഷണമൊക്കെ ഇങ്ങനെ വലിച്ചു വാരി തിന്നുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ക്യാപ്റ്റനോട് ചോദിക്കുകയാണ്, റൂക്കിയ മരിക്കാൻ വേണ്ടി പോവുകയാണ്, നീ ഞങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ല. നടക്കുന്ന കാര്യങ്ങൾ നല്ലതാണോ പന്നലാണോ എനിക്ക് അതിനോടൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഞാൻ ചെയ്യുന്ന ഒരേ ഒരു കാര്യം, എനിക്ക് എനിമീസിനെ കിൽ ചെയ്യും. തന്നെ നീ എൻ്റെ കാര്യങ്ങളൊന്നും ഇടപെടാൻ വേണ്ടി പാടില്ല. അഥവാ നീ എൻ്റെ ലൈൻ ക്രോസ് ചെയ്താൽ നീയും എൻ്റെ എനിമിയാണ്. സോ ഞാൻ നിന്നെയും കൊന്നു കളയും. സോ ഇത് കേട്ട് പേടിച്ച് ആ ലൂട്ടനന്റ് പറയുകയാണ്, ക്യാപ്റ്റൻ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഞാൻ ഓർത്ത് വെച്ചോ. നമ്മുടെ പിങ്കി പറഞ്ഞത് കേൾക്കാതെ നമ്മുടെ സെറാക്കി ആണെങ്കിൽ ബാക്കിയുള്ളവർ പറഞ്ഞത് കേട്ടത് കൊണ്ട് തന്നെയാൽ എക്സിക്യൂഷൻ നടക്കുന്ന കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മുടെ സെറാക്കി കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ എത്തുകയാണ്. അതുപോലെ തന്നെ സംഭവിച്ചില്ലേ? സോ ഇത് കേട്ടിട്ട് നമ്മുടെ പിങ്കിക്ക് സഹിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. നമ്മുടെ പിങ്കി ഓടി വന്നിട്ട് നമ്മുടെ ഇക്കാക്കുവിന്റെ തലയിലെ മൊട്ട തലയിൽ വന്ന് കടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയം തന്നെ അവരെല്ലാവരും നിൽക്കുന്ന സ്ഥലത്തേക്ക് തന്നെ ഒരു ഹൈ പ്രഷർ അവർക്ക് സെൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സോ ഇതേ സമയം തന്നെ നമ്മുടെ ക്യാപ്റ്റൻ സെറാക്കി ചോദിക്കുകയാണ്, ക്യാപ്റ്റൻസ്, നിങ്ങളെങ്ങനെ ഇവിടെ എത്തിയേ? ഇതേ സമയം തന്നെ ക്യാപ്റ്റൻ കൊമമാറും അതുപോലെ തന്നെ തോഷിനും അങ്ങോട്ട് വരുന്നു. അതുപോലെ തന്നെ അവരുടെ ലൂട്ടനെ നമ്മുടെ ക്യാപ്റ്റൻ തോഷിൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനു വേണ്ടിയുള്ള പുറപ്പാടാ? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ കയറി വന്ന ഞൊറിഞ്ഞു കയറ്റക്കാരെ സഹായിക്കുന്നത്? സെറാക്കി,
നീ സോൾ സൊസൈറ്റിന്റെ റൂൾസ് എല്ലാം ലംഘിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ട് നമ്മുടെ സെറാക്കി അങ്ങ് ചിരിക്കുകയാണ്. സോ ആ ചിരിയുടെ ഉള്ളിൽ ഒരു ദേഷ്യമുണ്ട്. സെറാക്കി ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണ്, പറഞ്ഞു നിൽക്കാതെ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ വാ ഫൈറ്റ് ചെയ്യാൻ. ഞാൻ ഒറ്റൊരാൾ മതി നിങ്ങളെ 4 പേരെയും ഇല്ലാതാക്കാൻ. സോ നമ്മുടെ ക്യാപ്റ്റൻ സെറാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ കൊമമാറുവിനും അതുപോലെ തന്നെ ക്യാപ്റ്റൻ തോഷിനും ഒരുപാട് ദേഷ്യം വരികയാണ്. സോ നമ്മുടെ പിങ്കിയാണെങ്കിൽ ഒർഹിമിനെ കൂട്ടുകാരെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ക്യാപ്റ്റന്റെ ഫണ്ണാണ് മുഖ്യം. ഇവിടെ നിന്നാൽ ക്യാപ്റ്റൻ എൻജോയ്മെന്റിന് ഒരു തടസ്സമാണ്. സോ അവരെല്ലാവരും പോയിട്ടും നമ്മുടെ ഇക്കാക്കും അതുപോലെ തന്നെ ചീക്കെ അവിടെ തന്നെ നിപ്പുണ്ട്. ക്യാപ്റ്റൻ, നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് ശരി. ഈ ലൂട്ടനന്റിന്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങളെപ്പോലെ ഒരു വലിയ ആൾ എന്തിനായി ചെറിയ പഴങ്ങളെ അറ്റാക്ക് ചെയ്യുന്നത്? അതിന്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഏറ്റു ക്യാപ്റ്റൻ. സോ ഇതേ സമയം തന്നെ നമ്മുടെ ക്യാപ്റ്റൻ സെറാക്കി ചിരിച്ചിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അവരെ തരാം, നിങ്ങൾ ഫൈറ്റ് ചെയ്തോ. പക്ഷേ ഞാൻ ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വന്ന നിങ്ങളെ ആയിരിക്കും ഞാൻ ആദ്യം കൊല്ലുന്നത്. സോ അങ്ങനെ അവർ ലൂട്ടനൻസിനൂടെ ഫൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സെറാക്കി ആണെങ്കിൽ അവരുടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആകുകയാണ്. സോ ഇതേ സമയം തന്നെ നമ്മുടെ കൊമമുറയാണെങ്കിൽ നമ്മുടെ സെറാക്കിയുടെ നേരെ അവളുടെ വാൾ ഉപയോഗിച്ച് ഒരു അറ്റാക്ക് ചെയ്യുകയാണ്. സോ അതുപോലെ തന്നെ ക്യാപ്റ്റൻ തോഷിനാണെങ്കിൽ നമ്മുടെ സെറാക്കിൻ്റെ നേരെ ഒരുപാടധികം ചെറിയ ചെറിയ സോഡുകൾ അവൻ്റെ നേരെ അയക്കും. സോ ഈ അറ്റാക്ക് എല്ലാം കൊണ്ട് സെറാക്കി മരിച്ചെന്ന് ആ 2 ക്യാപ്റ്റൻസും വിചാരിക്കുകയാണ്. എന്നാൽ സെറാക്കിക്ക് ഒരു കുഴപ്പമില്ല, അവൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ശരീരത്ത് ഒരുപാടധികം മുറിവുകളുണ്ടെങ്കിലും അവൻ ചിരിക്കുന്നു. സോ ഇത് കണ്ടിട്ട് ക്യാപ്റ്റൻസിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ഈ ലോ ലെവൽ അറ്റാക്കൊന്നും എൻ്റെ നേരെ അഫക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. 2 പേരും പൊട്ടന്മാരാ. എനിക്ക് നിങ്ങളെ സിമ്പിളായിട്ട് തോൽപ്പിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്യാപ്റ്റൻ സെറാക്കി അവിടെ കിടന്ന് ചിരിക്കുന്നു. സോ ഇത് കണ്ട് 2 ക്യാപ്റ്റൻസ് ഞെട്ടുകയാണ്. പിന്നീട് കാണിക്കുന്നത് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ രഞ്ജിനെയാണ്. സോ നമ്മുടെ രഞ്ജിയുടെ ട്രെയിനിങ് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. സോ ഇതേ സമയം തന്നെ നമ്മുടെ യൊറീച്ച് രഞ്ജിനോട് ചോദിക്കുന്നു, ഇച്ചിഗോന് റൂക്കിയുടെ എക്സിക്യൂഷന് മുമ്പ് ബൻകൈ അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ? ഇച്ചിഗോ നല്ല രീതിയിൽ തന്നെ ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവന് ഇപ്പം എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ അവൻ ഇപ്പോഴും സെങ്കറ്റ്സുവിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അവൻ്റെ ഫുൾ എഫേർട്ട് എടുക്കുന്നുണ്ട്. അവന് ബൻകൈ അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ? അവിടെ വെച്ചാണ് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 3 50ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ ഗൈസ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ വീഡിയോക്ക് ലൈക്ക് തന്നേക്കുക. പിന്നെ ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു കാര്യം കമൻറ്റ് ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നോ, ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാപ്റ്റൻ? സോ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയും. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൗണ്ടിൻ്റെ സീൻ കാരണമാണ് ഞാനിപ്പോൾ വീഡിയോസ് ഒന്നും അങ്ങനെ ചെയ്യാഞ്ഞത്. സോ നമ്മളാണെങ്കിൽ ഞാൻ നാളെ പ്ലാൻ ചെയ്തിരിക്കുന്നത് വൺ പീസിൻ്റെ 4 എംപയർ സാഗ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. 4 എംപയർ സാഗ മുതൽ. സോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ ഈസ് ഞാൻ 1 എപ്പിസോഡായിട്ടല്ല എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഈസ് 4 എംപയർ സാഗ ആ ഫുള്ളായിട്ട് ഒരു 5-6 പാർട്ട് വീഡിയോ ആക്കിയിട്ട് അങ്ങനെ ആയിരിക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നാളെ വൺ പീസിൻ്റെ വീഡിയോ വരുവാണെങ്കിൽ ഒരു ബ്ലീച്ചിൻ്റെ എപ്പിസോഡേ നാളെ വരാൻ സാധ്യതയുള്ളൂ. കാരണം എൻ്റെ സൗണ്ടാണ് ഒന്നാമത്തെ കാര്യം. സൗണ്ട് എന്ന് റെഡി ആകുന്നു അന്നേരം നമ്മൾ ബ്ലീച്ചിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ബ്ലീച്ചിൻ്റെ വീഡിയോ അല്ല, റെഗുലറായിട്ട് ഒരു ദിവസം തന്നെ 5-6 വീഡിയോ ഒക്കെ വെച്ച് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളെല്ലാവരും ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞല്ലോ. സോ അപ്പോൾ ബൈ, പീസ്, ബൻകായ്.